ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിൻ്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വാഗ്ദാന പേടകത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവം സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ വിചിന്തനത്തിനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനം. തിരുവചനം നമ്മളിങ്ങനെ കാണുന്നു: ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി പലരും വിമർശിക്കുന്നത് കേൾക്കാറുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശുക്രിസ്തു മാത്രമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും നമ്മൾ മധ്യസ്ഥം യാചിക്കുക, പ്രാർത്ഥന യാചിക്കുക? ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് വിളിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടുത്തെ അനുഗ്രഹവും കൃപയും ശക്തിയും നൽകുന്നു എന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനം നമ്മളിങ്ങനെ കാണുന്നു: മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു, അമലേക്യർ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന മോശയുടെ കരങ്ങൾ കുഴഞ്ഞപ്പോൾ കരം താഴ്ത്തിയിടേണ്ടി വന്നു. അപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. അങ്ങനെ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് മോശയെ ആ കല്ലിന്മേലിരുത്തി. അഹറോനും ഹൂറും ഇരുവശങ്ങളിൽ നിന്ന്
മോശയുടെ വലതു കൈയിലും ഇടതു കൈയിലും പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, സൂര്യാസ്തമയം വരെ മോശയുടെ കരങ്ങൾ ഉയർന്നു തന്നെ നിന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. മോശയെ തമ്പുരാൻ വിളിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ഈജിപ്തിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്ത് അയക്കുകയും ചെയ്തു. മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇസ്രായേൽ ജനം വിജയിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുന്നത് എത്ര വലുതാണ്. കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയെ എത്രമാത്രം ബഹുമാനിക്കുന്നു. സഭാമക്കളും പരിശുദ്ധ അമ്മയെ എത്രമാത്രം വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം ഇസ്രായേൽ ജനത്തിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചെങ്കിൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും മോശയിലൂടെ ഇസ്രായേൽ ജനം അനുഭവിച്ചെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹാലേലുയ, ഹാലേലുയ. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും മധ്യസ്ഥ പ്രാർത്ഥനകൾ യാചിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മളിവിടെ കാണുകയാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ സമീപിക്കട്ടെ എന്ന് തിരുവചനം പറയുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തോടെയുള്ള ആ പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുകയും അവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും മധ്യസ്ഥ പ്രാർത്ഥനകൾ യാചിക്കുന്നതിലൂടെ സഭയിലെ ശ്രേഷ്ഠന്മാരോടും ദൈവമായ കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അയക്കുന്ന ഓരോ ശുശ്രൂഷകരോടും മധ്യസ്ഥ പ്രാർത്ഥനകൾ യാചിക്കുന്നത് എത്ര മഹോന്നതമാണെന്ന് നമ്മൾ തിരുവചനങ്ങളിലൂടെ കാണുകയാണ്. പല വിമർശകരും ഈ തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് 1 തീമോത്തിയോസ് 2:5 ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിനും യേശുക്രിസ്തുവിനും മധ്യത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, മധ്യസ്ഥനായുള്ളൂ, അതുകൊണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട, അത് തെറ്റായ പഠനമാണ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ പഠിപ്പിക്കലാണ്, തെറ്റായ വിമർശനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടു, മോശ മധ്യസ്ഥം യാചിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടായ വിജയം. വീണ്ടും യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ നമ്മൾ കണ്ടു, സഭയിലെ ശ്രേഷ്ഠന്മാരെ സമീപിച്ച് അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണെന്ന് തിരുവചനം പറയുന്നു. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ഫലദായകമാണ്, അത് ശക്തിയുള്ളതാണ്, തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് അനാദി മുതലേ ജന്മപാപമില്ലാതെ തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എത്രയോ ശക്തിയുണ്ടായിരിക്കും. പരിശുദ്ധ അമ്മ നീതിയുള്ളവളായിരുന്നു, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവളായിരുന്നു, ഈശോയെ ഉദരത്തിൽ വഹിച്ചവളായിരുന്നു, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യേശുവിനോടൊപ്പം പങ്കുവഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് എത്രയോ വിലയുണ്ട്, എത്രയോ ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഏലിയ നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും
ഭൂമിയിൽ മഴയുണ്ടായില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരു പ്രവാചകന്റെ ശക്തിയെ തിരുവചനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യനായ വെറുമൊരു മനുഷ്യനായ ഏലിയ പ്രവാചകന്, നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്ന ഏലിയ പ്രവാചകന് 3.5 വർഷത്തോളം ഈ ഭൂമിയിൽ മഴ പെയ്യിക്കാതിരിക്കാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ സാധിക്കുമെങ്കിൽ, എന്നാൽ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിയിൽ മഴ പെയ്യുകയും ഭൂമി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുവെങ്കിൽ, വിശുദ്ധരോടുള്ള പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രയോ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവജനമേ, മനസ്സിലാക്കണമേ, തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് തിരുവചനങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനും മനുഷ്യനും മധ്യസ്ഥയായി പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. പാപികളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിലേക്ക് അടുക്കുവാൻ, യേശുവിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സാധിക്കും. ഇന്ന് ലോകമെമ്പാടും ഒത്തിരിയേറെ മക്കൾ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുകയും ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുകയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അനേകായിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെ വിമർശിക്കുന്നവരോട് ഈ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മെ വിമർശിക്കുന്നവരോട് നാം പ്രത്യുത്തരം കൊടുക്കുവാനായിട്ട് കത്തോലിക്ക തിരുസഭയിലുള്ള ഓരോ വിശ്വാസികളും കടപ്പെട്ടവരാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം കടന്നു വരുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ മുടന്തന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് മുടന്തന് സൗഖ്യം നൽകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ പത്രോസ്ലീഹ പാപിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പത്രോസ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഞാൻ പാപിയാണ് കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആ വ്യക്തിയെ ആദ്യത്തെ മാർപ്പാപ്പയായി യേശുനാഥൻ 2016 വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്യുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, ഈ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ മുടന്തന് സൗഖ്യം കൊടുക്കാൻ സാധിച്ചെങ്കിൽ, വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു ക്രിസ്തു മാത്രമേയുള്ളൂ. ഈ തിരുവചനം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ വിമർശിക്കുന്നത്, പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ട. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും നടത്തണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണമെന്നാണ് വിശുദ്ധ അപ്പസ്തോലൻ പറയുക. എന്നാൽ എന്തുകൊണ്ടാണ് ഈ തിരുവചനം പറയുന്നത് എന്ന് ഈ തിരുവചനം പറയാനുണ്ടായ സാഹചര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ആരായിരുന്നു വിശുദ്ധ തിമോത്തിയോസ്? പ്രിയപ്പെട്ടവരെ, AD 17 പുരാതന ഗ്രീക്കിൽ ലിസ്രായിൽ ജനിച്ച യഹൂദ സ്ത്രീയായിരുന്ന അമ്മയുടെയും ഗ്രീക്കുകാരനായിരുന്ന പിതാവിൻ്റെയും മകനായി AD 17 ലിസ്രായിൽ ജനിച്ചതാണ് വിശുദ്ധ തിമോത്തിയോസ്. വിജാതീയനായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെയും ബർണബാസിൻ്റെയും ശിഷ്യനായിരുന്നു വിശുദ്ധ തിമോത്തിയോസ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ലിസ്രായേൽ സുവിശേഷ പ്രഘോഷണത്തിനായി കടന്നുപോയപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ലിസ്രായിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ തിമോത്തിയോസിന് പൗലോസിൻ്റെ
വിശുദ്ധ പൗലോസിൻ്റെ ശിഷ്യനാകുവാനായിട്ട് ആഗ്രഹമുണ്ടാവുകയും അങ്ങനെ ശിഷ്യനാവുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. AD 97 രക്തസാക്ഷിയായി മാറിയ തുർക്കിയിലെ എഫേസോസിലെ ബിഷപ്പായിരുന്ന വ്യക്തിയാണ്, വിശുദ്ധനാണ് വിശുദ്ധ തിമോത്തിയോസ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ AD 60 കാലഘട്ടങ്ങളിലുമൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ ലിസ്രായിലുള്ള ജനങ്ങൾ, എഫേസോസിലുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ ഗ്രീക്കിലുള്ള ജനങ്ങൾ, തുർക്കിയിലുള്ള ജനങ്ങൾ ഒത്തിരിയേറെ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടവരായിരുന്നു. മറ്റ് അന്യ ദൈവങ്ങളെ ദൈവങ്ങളായി ആരാധിച്ചിരുന്നവരായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു തിരുവചനം നമുക്ക് കാണാം. അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ലിസ്രായിലുണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്ന ആ വ്യക്തി വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ പൗലോസ് ലീഹായുടെ തിരുവചനം കേൾക്കുവാനായിട്ട് ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അവിടെ കടന്നു വന്നിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ആ വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി. മുടന്തനായിരുന്ന വ്യക്തിയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൗഖ്യപ്പെടുവാനായിട്ടുള്ള വിശ്വാസം അവന് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്ന യേശുനാമത്തിൽ അവനെ സൗഖ്യപ്പെടുത്തുന്ന സാഹചര്യം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട് ജനക്കൂട്ടം ലിക്കോവേനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവരെല്ലാവരും പൗലോസിനെയും ബർണബാസിനെയും ആരാധിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് അവർ ഉദ്ഘോഷിക്കുകയാണ്. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു എന്ന് തിരുവചനം പറയുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നഗരത്തിലെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലുള്ള പുരോഹിതന് കാളകളും പൂമാലകളുമായി കടന്നു വന്നുകൊണ്ട് ജനങ്ങളോട് ചേർന്ന് അവർക്ക് മുമ്പിൽ അവരെ ദൈവങ്ങളായി കണ്ട് ബലിയർപ്പിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് വസ്ത്രം കീറി അവരോട് പറയുകയാണ്, ഹേ മനുഷ്യരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്, യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കേണ്ടത്. അവിടെ ഹെർമസോ അല്ലെങ്കിൽ ഹെർമസോ സേവൂസോ ഒന്നുമില്ല, അർത്തേമീസ് ദേവതയോ ഒന്നുമില്ല എന്ന് പൗലോസ് അപ്പസ്തോലൻ വിശുദ്ധ തിമോത്തിയോസിനോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുവചനമാണ് തെറ്റായി വ്യാഖ്യാനിച്ച് ദൈവമക്കളോട് മറ്റ് വിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടോ വിശുദ്ധരോടോ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടതില്ല, അത് തെറ്റാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റായ ഒരു പഠനമാണ്. കത്തോലിക്ക തിരുസഭയിലുള്ള ഓരോ മക്കളും വിശ്വസിക്കണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2016 വർഷങ്ങൾക്കുള്ളിൽ അനേകായിരം അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ചതിൻ്റെ പേരിൽ, വിശുദ്ധരോട് മധ്യസ്ഥം യാചിച്ചതിൻ്റെ പേരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. തെറ്റായ ബോധ്യങ്ങളിലൂടെ ജീവിച്ചിരുന്ന തുർക്കിയിലെ എഫേസോസിലെ ലിസ്ത്രായിലെ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ തിമോത്തിയോസിലൂടെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ട്, പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുവാൻ, വണങ്ങുവാൻ ഒരു കാര്യം മനസ്സിലാക്കണമേ. ഒരിക്കൽ പോലും കത്തോലിക്ക തിരുസഭ മക്കള് പരിശുദ്ധ അമ്മയെയോ വിശുദ്ധരെയോ ആരാധിക്കുന്നില്ല. ത്രിയേക ദൈവത്തെ യേശുക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ മാത്രമേ കത്തോലിക്ക തിരുസഭ ആരാധിക്കുന്നുള്ളൂ. പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങുകയും ബഹുമാനിക്കുകയുമാണ് ചെയ്യുക. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട്
ആ വീട്ടുകാരുടെ ആവശ്യത്തിൽ പരിശുദ്ധ അമ്മ കടന്നു വരികയാണ്. രക്ഷാകര ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. യേശുനാഥൻ പൂർത്തിയാക്കേണ്ട രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ പങ്കാളിയാകുകയാണ് അവിടെ ചെയ്യുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് പരിശുദ്ധ അമ്മ. വേദനിക്കുന്നവർക്ക് ആശ്രയിക്കാൻ, പാപികൾക്ക് ആശ്രയിക്കാൻ, പാപികൾക്ക് ദൈവത്തിലേക്ക് കടന്നു വരാൻ ഏക ആശ്രയം പരിശുദ്ധ അമ്മയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ ഇന്ന് പ്രത്യക്ഷം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷം നൽകിയ ഓരോ കേന്ദ്രങ്ങളിലും ആയിരങ്ങളിൽ നിന്ന് കടന്നു ചെന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ ഇന്ന് വേദനിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നീ ഇന്ന് ജോലിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയാണെങ്കിൽ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ, നീ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിക്കുക, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥന യാചിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ നിൻ്റെ ജീവിതത്തിൽ യേശുനാഥൻ്റെ സന്നിധാനത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും. പ്രിയപ്പെട്ടവരെ, 1221 വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷം നൽകി ജപമാല പ്രാർത്ഥന ചെല്ലേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജപമാല പ്രാർത്ഥനയിലൂടെ ലോകത്തിലേക്ക് കടന്നു വരാവുന്ന ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുകയുണ്ടായി. അന്നു മുതൽ സഭയിൽ സന്യാസിനി സമൂഹങ്ങളിൽ ജപമാല പ്രാർത്ഥന ശക്തിപ്പെടുവാൻ തുടങ്ങി. ഏകദേശം 1500ഓളം വർഷങ്ങളായപ്പോഴേക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ, 1500 പരിശുദ്ധ ജപമാല ഒത്തിരിയേറെ സഭയിൽ ശക്തിപ്പെടുകയുണ്ടായി. അനേകർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ജപമാല പ്രാർത്ഥനയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദർശിക്കുവാനായി തുടങ്ങി. സഭയിലുണ്ടായിട്ടുള്ള എല്ലാ മാർപ്പാപ്പമാരും പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ബഹുമാനവും വണക്കവും നൽകിയിരുന്നു. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കേണ്ടതിൻ്റെയും വിശുദ്ധരോട് മധ്യസ്ഥം യാചിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം എത്ര വലുതാണെന്ന് സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും നമ്മുടെ പിതാക്കന്മാരുമെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തെറ്റായ പഠനങ്ങളിലോ തെറ്റായ ഉപദേശങ്ങളിലോ വീണു പോകാതെ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ചുകൊണ്ട് സകല വിശുദ്ധരോടും കാവൽ മാലാഖമാരോടും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട്, യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ നിറയുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ 484 മുതൽ 511 വരെയുള്ള 28 ഖണ്ഡികകളിലും 963 മുതൽ 975 വരെയുള്ള 13 ഖണ്ഡികകളിലും പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ദൈവമക്കളെ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട ചൈതന്യത്തിൽ നിറഞ്ഞു നിന്ന് രൂപപ്പെട്ടതാണ് നമുക്കറിയാം കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം. ആ മതബോധന ഗ്രന്ഥം എത്രമാത്രം പ്രാധാന്യത്തോടെ പരിശുദ്ധ അമ്മയെ വരച്ചു കാണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വീണ്ടും വിശ്വാസ പ്രമാണം നമ്മൾ അനുദിനം ചെല്ലുന്നവരാണ്. വിശ്വാസ പ്രമാണത്തിലെ 12 വിശ്വാസ സത്യങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ അതിൽ 3-ാമത്തെ പ്രഖ്യാപനം നമുക്കറിയാം. ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ സത്യം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ കന്യകയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് യേശുനാഥൻ പിറന്നുവെന്ന് ആ വിശ്വാസ സത്യത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും നമുക്കറിയാം 5 ലക്ഷത്തിൽ പരം ദിവ്യബലികൾ ഓരോ ദിവസവും ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ സെക്കൻഡിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഓരോ ദിവ്യബലികളിലും പരിശുദ്ധ അമ്മയെയും സകല വിശുദ്ധരെയും കത്തോലിക്ക തിരുസഭ ബഹുമാനിക്കുകയും വണങ്ങുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എത്രമാത്രം പ്രാധാന്യമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത്, സകല വിശുദ്ധർക്കുമുള്ളത്. ഓരോ വ്യക്തികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇത് വലിയ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോവുക. ഒരുപാട് കലാപങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ,
ഒത്തിരിയേറെ അനിശ്ചിതത്വങ്ങൾ, പീഡനങ്ങൾ, സഹനങ്ങൾ, ഒത്തിരിയേറെ ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധരോട് മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി കൈവിരിച്ചു പിടിക്കാൻ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമക്കളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ സമാധാനമുണ്ടാകുവാനായിട്ട്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാശ്ചിത്തം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, കൈകൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, കുടുംബ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറുവാനായിട്ട്, രോഗങ്ങൾ സൗഖ്യപ്പെടുവാനായിട്ട്, പ്രതിസന്ധികൾ മാറുവാനായിട്ട്, സാമ്പത്തിക ഭാരങ്ങൾ മാറുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് യാത്ര ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും ബഹുമാനിക്കുവാനും വണങ്ങുവാനുമായി നമുക്ക് പ്രത്യേകമായി ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള സകല മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും.